പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി റിപ്പോർട്ടിന്റെ ഒരു ഇമ്പാക്റ്റ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയമന നിരോധനത്തിൽ നിലപാട് മാറ്റുകയാണ് KSEB. 916 പേരെ ഒറ്റഘട്ടമായിട്ടാണ് നിയമിക്കാൻ പോകുന്നത്. ഒഴിവുകൾ ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യും. KSEBയിലെ നിയമന നിരോധനം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. പിന്നാലെ ഭരണാനുകൂല സംഘടനകൾ വിഷയം ഏറ്റെടുത്തു. CITU സംഘടനകൾ അനിശ്ചിതകാല സമരവും നടത്തി. ഒടുവിൽ KSEB നിയമനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. TV പ്രസാദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, കുറേ പ്രേക്ഷകർ ഇന്നലെ മുതൽ എഴുതി ചോദിക്കുന്നുണ്ടായിരുന്നു എപ്പോഴാണ് നിയമനം നടക്കുക, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ആ വാർത്ത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ് അരുൺ പറഞ്ഞതുപോലെ ഈ വാർത്താ പ്രേക്ഷകരിലേക്ക് ഇനിയിപ്പോൾ എത്തിക്കാൻ കഴിയും. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ 916 പേർക്ക് നിയമനം നൽകാനുള്ള തീരുമാനത്തിലേക്ക് KSEB എത്തുന്നു എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ അറിയാവുന്നതുപോലെ അവിടെ നടക്കുന്ന പുനഃസംഘടനയുടെ പേരിൽ കഴിഞ്ഞ 3 വർഷമായി ഒഴിവുകൾ PSCക്ക് KSEB റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. അവിടെ റെഗുലേറ്ററി കമ്മീഷൻ പറഞ്ഞത് 33,025 തസ്തികകളായിരുന്നു. 30,025 തസ്തികകളായിരുന്നു. പക്ഷേ അതിൽ കുറവ് ആളുകളായിട്ട് കൂടി നിയമനം നടത്താത്ത ഒരു സാഹചര്യമായിരുന്നു. 3000-ലേറെ ഒഴിവുകളാണ് നിലവിൽ ബാക്കിയുണ്ടായിരുന്നത്. നേരത്തെ വാർത്ത തുടർച്ചയായി റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. അതിന് പിന്നാലെ ഭരണാനുകൂല സംഘടനകൾ സമരം നടത്തി, അവരുമായി KSEB ചർച്ച നടത്തി. ആദ്യഘട്ടത്തിൽ ഈ 1000-ഓളം പേരെ എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് കാലുമാറുന്നൊരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. 900 എന്നുള്ളത് 300-ആയി കുറഞ്ഞു, അതായത് 1/3 കുറഞ്ഞു. അതിന് പിന്നാലെ CITU നേതൃത്വം നൽകുന്ന സംഘടനകൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചു, സമരം നടത്തി വൈദ്യുതി ഭവന് മുന്നിൽ. അതിനിടയിലാണ് ഇന്നലെ നിർണായകമായ തീരുമാനമുണ്ടാകുന്നത്. ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, മറ്റ് അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് 916 ഒഴിവുകളിലേക്ക് ഉടൻ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസകരമായ തീരുമാനം. ഒപ്പം വൈദ്യുതി വിതരണത്തിലെ പ്രതിസന്ധിയും മറികടക്കാൻ ഇതോടെ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാലും ഇനിയും ഒഴിവുകൾ ഒരുപാട് KSEBയിൽ ബാക്കിയുമുണ്ട്. അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ആ റിപ്പോർട്ടുകൾ, ഒഴിവുകളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും വേണം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടണം. ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യസമയത്ത് തൊഴിലും കിട്ടണം. താങ്ക് യു TV പ്രസാദ്. TV പ്രസാദ് കൊണ്ടുവന്നൊരു വാർത്തയുടെ ഇമ്പാക്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്.